എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലിലെ മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. King of Swords, King of Pentacles, Knight of Wands, Knight of Swords, Page of Cups and last വന്നിട്ട് 9 of Swords എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവെ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിതമാണ് എങ്കിൽ കൂടിയും ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് മാനസികമായിട്ട് നിങ്ങൾക്കൊരു ഭയം മാത്രമാണത്. കാരണം എല്ലാ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഇനി ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള വരുന്നൊരു ഭയം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ളൊരു ഭയമാണ്. എന്തായാലും കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങൾ വളരെയധികം അഭിമാനം ജീവിതത്തിൽ തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാൻ. നല്ല രീതിയിൽ കാര്യങ്ങൾ നിങ്ങളായിട്ട് ചെയ്ത് തീർത്തതിൻ്റെ ഒരു എന്താ പറയുക അഭിമാനം ജീവിതത്തിൽ തോന്നുന്ന സമയം. ജോലി സംബന്ധമായിട്ടാവാം, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടായിരിക്കാം, എന്തെങ്കിലും സ്കോളർഷിപ്പ് കാര്യങ്ങൾ നേടുന്നതായിരിക്കാം, മത്സര പരീക്ഷയിൽ അത്യുഗ്രമായിട്ടുള്ള വിജയം നേടുന്നതായിരിക്കാം. അപ്പോൾ എൻട്രൻസ് പോലുള്ള എക്സാംസ് കാര്യങ്ങളിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ പറ്റുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും പരീക്ഷകളോ ഇപ്പോൾ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ടോഫലായി അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മത്സര പരീക്ഷകൾ ഇന്ന കോഴ്സിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അഭിമാനം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രോജക്റ്റ് വളരെയധികം ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് തീർത്തു എന്നുള്ളതാവാം. അപ്പോൾ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, ഒരു ക്ലിയർ തിങ്കിങ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഒരു തൃപ്തിയും ഇവിടെ കാണിക്കുന്നു. അപ്പോൾ സക്സസ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതും തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു, ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിൻ്റെയും ഒരു തൃപ്തി ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് ഒരു ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫെയ്ത്ത്, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സ്വയം ഒരു വിശ്വാസം ഉണ്ടാകുന്നു, പല കാര്യങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്തു ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു, സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ഒരു നല്ലൊരു ഫീലിംഗ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. സോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പുതിയ പാഠങ്ങൾ മറ്റ് പഠിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത പല കാര്യങ്ങളിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ അത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാവാം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പുതിയ പ്രൊജക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഓൾറെഡി ഈ ഒരു മാസം തന്നെ ചില പ്രോഫിറ്റ് ലാഭം കൊയ്യാൻ പറ്റുന്ന സമയം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യത്തിൻ്റെ ലാഭം വരുന്നതിൻ്റെയും ഒക്കെ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം ഉണ്ടാകുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബോണസ് കാര്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്നൊക്കെ പറയുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു മാനിഫെസ്റ്റേഷൻ പവറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത്. പിന്നെ അമിതമായിട്ട് പണിയെടുത്ത് അങ്ങനെ ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഓവറായിട്ട് പണിയെടുക്കേണ്ട സാഹചര്യമൊന്നുമില്ല. റിലാക്സ്ഡ് ആയിട്ട്, അതായത് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുകയും ഓവറായിട്ട് പണിയെടുക്കാതെ തന്നെ പല നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയും സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച്
നിങ്ങൾക്ക് നേടാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസത്തിൽ. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നൈറ്റ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ നൈറ്റ് ഫോൺസ് എനർജി കണക്ഷൻസ് പറയുമ്പോൾ ഒത്തിരി എന്താ പറയുക, പാഷനേറ്റ് ആയിരിക്കും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. പിന്നെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. വളരെ ഹൈ സ്പിരിറ്റഡ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആണ്. അപ്പോൾ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത്, എക്സസൈസ്, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ തൃപ്തികരമായിട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് പോകാൻ മടിയാണ്, സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ ഒരു ഉൾഭയം, തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം, അതൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടും കൽപ്പിച്ച് നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. ഗോ വിത്ത് ഇറ്റ് എനർജിയാണ്. രണ്ടും കൽപ്പിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സൗഹൃദങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അസറ്റാണെന്ന് തന്നെ പറയാം ഈ ഒരു മാസം. കാരണം നല്ല നല്ല സുഹൃത്തുക്കളുടെ സഹായത്തോട് കൂടിയിട്ട് ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷമൊക്കെ തരുന്ന കാര്യം തന്നെയാണ്. നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും. പ്രയോജനം എന്നുള്ള രീതിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴും ഒരു കൂട്ടായിട്ട്, നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളത് തോന്നിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളിപ്പോൾ അച്ഛനമ്മമാരോ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ അങ്ങനെയുള്ള ബന്ധത്തേക്കാൾ കൂടുതൽ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ നിങ്ങൾക്കുള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ അതായത് അങ്ങനെയുള്ള ചില സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന തരത്തിലുള്ള സുഹൃത്തുക്കൾ കാണിക്കുന്നുണ്ട്. ആ സൗഹൃദങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുകയും തിരിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യമാണ്. കാരണം എപ്പോഴും അവർ നിങ്ങൾക്കായിട്ട് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ തൃപ്തി നിങ്ങൾക്ക് തോന്നുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. അതേപോലെ തന്നെ വളരെ കോമ്പറ്റേറ്റീവ് ആയിരിക്കും. ഇപ്പോൾ എനർജറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിനും എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ വന്നാൽ മത്സരിച്ച് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവാണ്. അതിനുള്ളൊരു വളരെ ആംബീഷ്യസ് ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇംപേഷ്യൻ്റ്, അതായത് ക്ഷമ അനിവാര്യമാണ്. കാര്യങ്ങളൊക്കെ ചെയ്യുക, പക്ഷേ അക്ഷമരാവാതിരിക്കുക. ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് വേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അക്ഷമരാവാതിരിക്കുക എന്നുള്ളത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾ. ഇവിടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിവാഹാലോചന വരുന്നുണ്ട്, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, പക്ഷേ എടുപിടിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വേറെ രീതിയിലുള്ള നെഗറ്റിവിറ്റീസ് ഒന്നും കാണുന്നില്ല എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ ധൃതി പിടിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഹോള് ബുക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ധൃതി പിടിച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ധൃതി പിടിച്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് മൂലം പിന്നീട് ചെറിയ ധനനഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലതായിട്ടുണ്ടാകും. കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഭയമായിട്ട് വിവാഹം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രണയ വിവാഹം കാണിക്കുന്നുണ്ട്, പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നതോ മനസ്സിൽ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹമൊക്കെ കാണിക്കുന്ന സമയമാണ്. പിന്നെ 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഉണ്ട്. ഇത് കൂടുതലായിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഉൾഭയമാണ്. പല കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കുമ്പോൾ അപ്പോഴും ഭയം എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ടോ, പക്ഷേ എല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാവും, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. അല്ലെങ്കിൽ ചില ആളുകൾ പറയില്ലേ സ്വപ്നം പോലും കാണാത്ത ജീവിതമായിരുന്നു. അപ്പോൾ സ്വപ്നം പോലും കാണാത്ത ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിനി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഒരു ചിന്തയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് സമയം കളയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കി അനാവശ്യമായിട്ടൊരു ആങ്സൈറ്റി ടെൻഷനും അതിലേക്കൊന്നും പോകാതിരിക്കുക. കാരണം ഒരു നെഗറ്റിവിറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൊണ്ടുവരുന്നത്.
അപ്പോൾ അതൊരു ദുസ്വപ്നമായിട്ട് മറന്നു കളയാൻ, അല്ലെങ്കിൽ ചിന്തകൾ മാറ്റിയെടുക്കുക, പോസിറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അല്ലാതെ വേറെ നെഗറ്റിവിറ്റീസ് കൊണ്ടുവരാതിരുന്നാൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.